Hi guys, welcome back to Malavavinkal. ഞാൻ ഹന. So finally the wedding season is here again and ഇതാണ് ഇയറിലെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ടൈം എന്ന് പറയുന്നത്. ഐ മീൻ ഡ്രസ് അപ്പ്, ഫുഡ്, ഫൺ, സോങ് ആർക്കും ഇഷ്ടമല്ലാത്ത അല്ലേ? സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു വെഡിങ് സീസണിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഐ റിയലി ഹോപ്പ് യു ഗൈസ് എൻജോയ് വാച്ചിങ് ദിസ് വീഡിയോ. ഈ ഒരു ലുക്ക് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആൻഡ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി സിമ്പിൾ, ബിഗിനേഴ്സ് അപ്രോപ്രിയേറ്റ്, ഈസി ആൻഡ് മിനിമൽ ആയിട്ടുള്ളൊരു ലുക്കാണ്. ഇതിനേക്കാളും നല്ല രീതിയിൽ ഇപ്പം ഇങ്ങനെ ഈ ലുക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഐ റിയലി ഹോപ്പ് യു ഗൈസ് എൻജോയ് വാച്ചിങ് ദിസ് വീഡിയോ. സോ നമുക്ക് ഇനി സംസാരിച്ച് ഡിലേ ആക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. സോ എ ക്വിക്ക് ഔട്ട്ഫിറ്റ് ചേഞ്ച്. വേറൊന്നുമല്ല, ഞാൻ വിചാരിച്ചു ഈ റൂമിൽ അത്യാവശ്യം നല്ല ചൂടാണ്. സോ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്കിനി നമ്മുടെ മേക്കപ്പ് ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. സോ എൻ്റെ സ്കിൻ പ്രെപ്പ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് മേക്കപ്പിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വെഡിങ് സീസൺ ആണ്, അതുകൊണ്ട് യു ഒബ്വിയസ്ലി നീഡ് ലൈക്ക് എ ഗുഡ് പ്രൈമർ ദാറ്റ് കെൻ ഹോൾഡ് യുവർ മേക്കപ്പ് ഫോർ എ റിയലി ലോങ് ടൈം. അതിനായിട്ട് ഞാൻ ഈ മാർസിൻ്റെ ഗ്രിപ്പിംഗ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ ഒരു റീസെൻറ്റ് ഫൈൻഡ് ആണ്. ഐ നോ ഇറ്റ് വാസ് വൈറൽ ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് സ്റ്റഫ്. പക്ഷേ എനിക്കിത് അടുത്ത വാങ്ങാൻ പറ്റി ബിക്കോസ് ഇറ്റ് വാസ് out of stock everywhere and I must say I'm loving it. നല്ലൊരു ഡ്യൂയി ഗ്ലോയി ബേസ് ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നല്ലൊരു സ്മൂത്ത് ഫിനിഷും ഇത് നമ്മുടെ സ്കിന്നിൽ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ഫോർ ഫൗണ്ടേഷൻ ഞാൻ ഈ മെബിലിൻ്റെ ലൂമി മാറ്റ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് ഞാനൊരു മിനിമൽ ലുക്കിലേക്കാണ് നോക്കുന്നത്. കാരണം ഐ ഡോണ്ട് വാണ്ട് സംതിങ് ദാറ്റ്സ് ഓവർ ദ ടോപ്പ്. ഐ വാണ്ട് മൈ സ്കിൻ ടു ബ്രീത്ത് ചെയ്യാൻ പറ്റണം എൻ്റെ സ്കിന്നിന്. അത്രയും ഒരു മിനിമലായിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ലുക്ക്, അത് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് യു ഗൈസ് നോ മീ ദാറ്റ് ഈസ് മോർ മൈ സ്റ്റൈൽ ആൻഡ് ദിസ് ഫൗണ്ടേഷൻ ഇസ് പെർഫെക്റ്റ് ഫോർ എ മിനിമൽ ലുക്ക്. ഇതിനൊരു മീഡിയം കവറേജ് തരുന്നൊരു ഫൗണ്ടേഷനാണിത് ആൻഡ് ഇറ്റ്സ് സോ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് സോ കംഫർട്ടബിൾ ഓൺ ദ സ്കിൻ. നെക്സ്റ്റ് ഫോർ കൺസീലർ ഞാൻ ഈ മിലാബ് കോസ്മെറ്റിക്സിന്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഐ തിങ്ക് ഇവരുടെ ബ്രാൻഡ് റീബ്രാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. എന്തായാലും ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. Now talking about this product, it is really good if you want like a good hydrating concealer. അതല്ല നിങ്ങൾക്ക് ക്രീസിങ് ഒന്നും ഉണ്ടാക്കാത്ത ഒരു ലൈറ്റ് ടു മീഡിയം കവറേജ് തരുന്ന ഒരു കൺസീലറാണ് നോക്കുന്നതെങ്കിൽ ദിസ് ഇസ് എ ഗ്രേറ്റ് വൺ ടു ഇൻവെസ്റ്റ് ഇൻ. ഇനി എൻ്റെ അണ്ടർ ഐസും എൻ്റെ ബേസും മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഷുഗർ കോസ്മെറ്റിക്സിന്റെ ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. Now this is in the shade 15 Cappuccino. വെഡിങ് പോലുള്ള ഒരു ഇവന്റിന് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫേസ് മൊത്തത്തിൽ ഇതുപോലൊരു ലൂസ് പൗഡർ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്യാന്നുള്ളത്. ബിക്കോസ് യു ഡു നോട്ട് വാണ്ട് യുവർ മേക്കപ്പ് ടു മൂവ് അല്ലേ. സോ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു സെറ്റ് യുവർ എൻറ്റയർ ഫേസ്. എനിക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഐ ഡു നോട്ട് എൻജോയ് സെറ്റിംഗ് മൈ ഫേസ് സോ മച്ച്. ഞാൻ എൻ്റെ സ്മൈൽ ലൈൻ ഏരിയയും പിന്നെ എൻ്റെ നോസിൻ്റെ റീജിയനും എൻ്റെ അണ്ടർ ഐസും മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ദാറ്റ് ഇസ് വെയർ ഐ ടെൻ ടു സ്വെറ്റ് ദ മോസ്റ്റ്. അപ്പം ബേസ് ഓൾമോസ്റ്റ് ഡൺ ആണ്. ഇനി നമുക്ക് നമ്മുടെ ഐ ലുക്കിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ ഇനി കീറോൻ്റെ ഐ ഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് സാൻഡ് ഡ്യൂൺ 02. ഇനി ഇതുപോലൊരു ഫ്ലഫി ബ്രഷ് വെച്ചിട്ട് ഞാൻ ഈ ഒരു പിങ്ക് ഐ ഷാഡോ ആണ് പിക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ എം ഗോണ അപ്ലൈ ഇറ്റ് ഓൾ ഓവർ മൈ ക്രീസ്. ഇതായിരിക്കും എൻ്റെ ബേസ് പ്ലസ് എൻ്റെ ട്രാൻസിഷൻ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ ഹീറോന്റെ ബ്രൗൺ കാജൽ വെച്ചിട്ട് എൻ്റെ ഐസ് ഒന്ന് ലൈൻ ചെയ്യാണ്. ട്രസ്റ്റ് മീ, ദിസ് ഡസ് നോട്ട് ഹാവ് ടു ബി പെർഫെക്റ്റ്. ഓക്കെ, കാരണം നമ്മൾ എന്തായാലും ഇതിനങ്ങ് സ്മഡ്ജ് ചെയ്യാൻ പോവാം. ഇനി അതുപോലെ ഡെൻസ് ബ്രഷ് വെച്ചിട്ട് ഈ വരച്ച കാജൽ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതുപോലൊരു ഡെൻസ് ബ്രഷ് എടുത്തിട്ട് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ഓഫ് ബ്രൗൺ ഷാഡോ എടുക്കുകയാണ്. ആൻഡ് ഐ എം ഗോണ അപ്ലൈ ദിസ് ഓൺ ടോപ്പ് ഓഫ് മൈ ബ്രൗൺ കാജൽ ആൻഡ് ലൈറ്റ് ഹാൻഡ് വെച്ച് ഞാൻ ഇതിനെ വീണ്ടും ഒന്ന് സ്മഡ്ജ് ചെയ്യാണ് സോ ദാറ്റ് ദിസ് വോണ്ട് ട്രാൻസ്ഫർ വാട്ട്സോഎവർ. ഇനി ഞാൻ നേരത്തെ യൂസ് ചെയ്ത സെയിം ഫ്ലഫി ബ്രഷ് വെച്ച് എല്ലാം ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് സോ ദാറ്റ് ഇറ്റ് ലുക്സ് സീംലെസ്. ഇനി അത് ലോവർ ലാഷിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്ത അതേ ആ ഒരു ഫാറ്റ് ഡെൻസ് ബ്രഷ് എടുത്തിട്ട് ഈ ഒരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് ബ്രൗൺ എടുക്കുകയാണ്. ആൻഡ് ഐ എം അപ്ലൈയിങ് ഇറ്റ് റൈറ്റ് അണ്ടർ മൈ ലാഷ് ലൈൻ. എന്നിട്ട് അതിനെ നല്ല വൃത്തിയിലൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഐ എം ഗോയിങ് ഫോർ ദാറ്റ് സ്മോക്കി ആയിട്ടൊരു എഫക്റ്റാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. എൻറ്റയർ ലാഷിൽ ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നുമില്ല, ജസ്റ്റ് ഓൺ മൈ ഔട്ടർ കോർണേഴ്സ്. ഇനി കിറോൻ്റെ ആ ബ്രൗൺ കാജൽ വെച്ച് ഞാൻ എൻ്റെ ഐസ് ഒന്ന് ടൈറ്റ് ലൈൻ കൂടി ചെയ്യാണ്. യു ഗൈസ് നോ ഹൗ മച്ച് ഐ ലവ് ടൈറ്റ് ലൈനിങ്. ഇനി ഞാൻ ഈ C2Pൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ലവ് ഇതിൻ്റെ വാണ്ട്, അടിപൊളിയാണ്. എൻ്റെ ജീവനില്ലാത്ത ലാഷിന് അത്യാവശ്യം നല്ല ലിഫ്റ്റും നല്ല വോള്യൂം ഇത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇപ്പോൾ അടുത്താലും എനിക്ക് എൻ്റെ ലോവർ ലാഷിൽ മസ്കാര ഇടാൻ ഇഷ്ടമാണ്. സോ ഐ എം ഡൂയിങ് ദ സെയിം ഓൺ മൈ ലോവർ ലാഷസ് ആസ് വെൽ. പ്ലീസ് ഇഗ്നോർ മൈ ഫേസ് റൈറ്റ് ഹിയർ. ഐ നോ ഐ ലുക്ക് ഫണ്ണി. ഫോർ മൈ ഐബ്രോസ് ഞാൻ ഈ ലെമലിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റിയലി ഗുഡ് ബൈ ദ വേ. തിൻ സ്ട്രോക്സ് ആണ് ഇത് വെച്ച് കിട്ടുക, അതുകൊണ്ട് ഇറ്റ്സ് വെരി ഈസി ടു അപ്ലൈ. നെക്സ്റ്റ് മൂവിങ് ബാക്ക് ടു മൈ ഫേസ്, ഞാൻ ഈ സ്വിസ് ബ്യൂട്ടീൻ്റെ ബ്ലഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് അവരുടെ ബേക്ഡ് ബ്ലഷർ ആൻഡ് ഹൈലൈറ്റർ ആണ്. സോ ഇറ്റ്സ് ബേസിക്കലി എ 2-in-1 പ്രോഡക്റ്റ്. ഇതിനകത്ത് ബ്ലഷും ഉണ്ട് ഹൈലൈറ്ററും ഉണ്ട്. സോ നമുക്ക് സെപ്പറേറ്റ് ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നൗ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ലെറ്റ് മീ
ടെൽ യു വൺ തിങ്, എനിക്കറിയാം നമ്മൾ പലർക്കും ആ ഒരു W ബ്ലഷ് ട്രെൻഡൊക്കെ ഫോളോ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ ഇത് വെച്ച് അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വേറൊന്നല്ല, ഇറ്റ് ഹാസ് ഹൈലൈറ്റർ ആസ് വെൽ. അപ്പോൾ അത് ഭയങ്കര പ്രൊമിനൻ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ ആ ഹൈലൈറ്റർ എടുത്ത് കാണും. സോ ഇറ്റ് വിൽ ലുക്ക് എ ലിറ്റിൽ വിയർഡ്. Trust me, tried and tested. I looked so funny after trying that technique with this blush. So yes, ഇത് നമ്മൾ ഹൈ പോയിന്റ്സിൽ അപ്ലൈ ചെയ്താൽ ഇറ്റ് ലുക്സ് റിയലി റിയലി പ്രിറ്റി ആൻഡ് യു ഗെറ്റ് ദാറ്റ് നല്ലൊരു ഗ്ലേസ് ഡോണറ്റ് വല വൈബ് കിട്ടും. സോ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്നൊരു മിനിമൽ ലുക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോൺടോറിങ്, ബ്രോൺസിങ് സംഭവം ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് ഇനി ഡയറക്റ്റ് നമ്മൾ ലിപ്സിലേക്ക് കടക്കാം. ലിപ്സിലേക്ക് ഞാൻ ഈ മാൾസിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത് ഇൻ ദ ഷെയ്ഡ് ബ്രൗൺ മോക്ക. It is such a good lip liner. This is one of my absolute favorites. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഈ മാൾസിൻ്റെ ഡ്രിപ്പ് ലിപ്പ് മിസ്റ്റ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് ബേസിക്കലി എ ലിപ്പ് ടിൻറ്റ്, ബട്ട് ഒരു നല്ലൊരു ഗ്ലോസി എഫക്റ്റ് ആണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുക. ആൻഡ് വൺസ് യു ഡാബ് ഓഫ് ദി എക്സസ് ആഫ്റ്റർ 2 minutes, it leaves such a beautiful tint on your lips and ഇത് throughout the day lasറ്റും ചെയ്യും. So wedding wear ഫംഗ്ഷനിൽ this is a perfect choice. Finally, to set everything in, ഞാൻ ഈ മാൾസിൻ്റെ ഫിക്സർ ആണ് യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ this is not my absolute favorite or anything, പക്ഷെ ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ കയ്യിൽ. ഇത് നമുക്കൊരു മാറ്റ് ഫിനിഷ് ആണ് നമ്മുടെ സ്കിന്നിൽ തരാം, but it does hold your makeup throughout the day, so that way this is great. പക്ഷേ I am someone who loves പിന്നെ ഒരു ഡ്യൂയി ഫിനിഷിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, but this is a great one if you love a matte finish on your face. So yes, നമ്മുടെ മേക്കപ്പ് is all done. ഇനി ഞാൻ പെട്ടെന്ന് എൻ്റെ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം വരാം. ടാ! So yes, ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഭംഗിയില്ലേ? ലൈക്ക് ഐ സെഡ്, മിനിമൽ ആണ്, സിമ്പിൾ ആണ്, ഏതൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആൻഡ് ഐ എം ഷുവർ ഈ ഒരു ഐ ഷാഡോ ലുക്ക് പോലും അത്രയും ഈസി ആൻഡ് മിനിമലായിട്ട് ഞാൻ കീപ്പ് ചെയ്തിട്ടിടാം. നമുക്ക് മനസ്സ് വെച്ച ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ലുക്കാണ് ഇത്. സോ യെസ്, വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദാറ്റ് വുഡ് മീൻ ദ വേൾഡ് ടു മീ. ഇതിൽ ഏതെങ്കിലും പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. ഐ ലിങ്ക്ഡ് ഓൾ ദ പ്രോഡക്ട്സ് ഇൻ ദെയർ. സോ യെസ്, വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ യെത്താഷിസ്.